ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മളുടെ സോഷ്യോളജിയുടെ ക്ലാസ്സാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ ആരും തന്നെ നോട്ടൊന്നും എഴുതി അയക്കുന്നില്ല. എന്ത് പറ്റി? എല്ലാവരും പഠിച്ച് മടുത്തോ? അപ്പോൾ സോഷ്യോളജി നന്നായിട്ട് പഠിക്കണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാമത്തെ ചാപ്റ്ററാണ്, സോഷ്യൽ ഗ്രൂപ്പ്സ്. ചാപ്റ്ററിൻ്റെ പേര് സോഷ്യൽ ഗ്രൂപ്പ്സ്, അതായത് സാമൂഹ്യ സംഘങ്ങൾ. അപ്പം എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. എന്താണ് സാമൂഹ്യ സംഘങ്ങൾ എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം എന്താണ് സംഘങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കൂട്ടമാണെന്നറിയാം അല്ലേ? ഒരു ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഗണം എന്നൊക്കെ പറയും. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഗ്രൂപ്പുകളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്, സോഷ്യൽ ഗ്രൂപ്പ്, സാമൂഹ്യ ഗ്രൂപ്പുകളെക്കുറിച്ച്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെയാണെങ്കിൽ ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഗണത്തിന് ഒരു ഉദാഹരണം പറയാനായിട്ടാണ് പറയുന്നത്. അപ്പം കുടുംബമാണ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു ഉദാഹരണം കുടുംബമുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ സ്ഥാപനങ്ങളുണ്ട്, സാമൂഹ്യ സ്ഥാപനങ്ങളുണ്ട്, മറ്റ് സംഘടനകളുണ്ട്. ഇതെല്ലാം ഗ്രൂപ്പിന് ഉദാഹരണമാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിന് ഉദാഹരണം കുടുംബമാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് വെർട്ടിക്കൽ ഗ്രൂപ്പ് റെഫർ? വെർട്ടിക്കൽ ഗ്രൂപ്പ് എന്നാൽ എന്ത്? അപ്പോൾ വെർട്ടിക്കൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇനി നോക്കുന്നത്. മൊത്തത്തിൽ സംഘടിതമായ വ്യക്തികളുടെ കൂട്ടത്തെയാണ് വെർട്ടിക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് വെർട്ടിക്കൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മൊത്തം സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്യക്തികളുടെ കൂട്ടത്തെയാണ് വെർട്ടിക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തിൽ ജാതി സംഘടിതമായിരിക്കുന്നത് ഒരു വെർട്ടിക്കൽ രീതിയിലാണ്. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ കുറേ ജാതി വ്യവസ്ഥകളൊക്കെ ഉണ്ട്, നമുക്കറിയാം. പണ്ട് കാലത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ജാതി സമ്പ്രദായങ്ങളൊക്കെ നിലനിന്നിരുന്നു. ആ ജാതി സമ്പ്രദായങ്ങളൊക്കെ ഇങ്ങനെ വെർട്ടിക്കൽ രീതിയിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്? അപ്പോൾ സാമൂഹ്യ ഗണത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? സാമൂഹ്യ ഗണത്തിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഈ സംഘങ്ങളെ ഒരുമിച്ച് നിർത്തിയാൽ ഒരിക്കലും സമൂഹത്തെപ്പറ്റി പഠിക്കാനായിട്ട് കഴിയുകയില്ല. അപ്പം സോഷ്യോളജിയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താണ്? സമൂഹത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഘങ്ങളെ എല്ലാം കൂടെ ഒരുമിച്ച് നിർത്തിയാൽ സമൂഹത്തെപ്പറ്റി പഠിക്കാൻ കഴിയുകയില്ല. കാരണം സമൂഹത്തിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ജനക്കൂട്ടം. ഇപ്പം സമൂഹം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ആരാ ഉള്ളത്? ജനങ്ങളാണുള്ളത് അല്ലേ? അപ്പം ജനങ്ങളുടെ കൂട്ടത്തെയാണ് സാമൂഹ്യ ഗണത്തിനകത്ത് കൂടുതലായിട്ടും പറയപ്പെടുന്നത്. അപ്പോൾ ഈ സംഘങ്ങളെ എല്ലാം കൂടെ ഒരുമിച്ച് നിർത്തിയാൽ നമുക്ക് ശരിയായ വിധത്തിൽ പഠിക്കാൻ പറ്റുകയില്ല. കാരണം അതിനകത്തുള്ള ഘടകം ജനക്കൂട്ടങ്ങളാണ്. രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് സംഘം നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു സംഘം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നോ അതിലധികമോ ഒരാളെ കൊണ്ട് നമുക്ക് സംഘം നിലനിർത്താൻ പറ്റുകയില്ല. അപ്പോൾ രണ്ടോ അതിലധികമോ ആൾക്കാർ ആവശ്യമാണ്. അപ്പോൾ ഒരു സംഘം വേണമെങ്കിൽ 2ൽ കൂടുതൽ ആളുകൾ ആവശ്യമാണ്. അത്രയൊന്നും ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. ഈ സംഘത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ചോദിക്കുമ്പം ഇങ്ങനെ എഴുതാം, 2ൽ കൂടുതൽ ആളുകൾ വേണം സംഘത്തിനകത്ത്. പിന്നെ ആളുകൾ മാത്രം പോരാ, ആശയവിനിമയം നടത്തണം. ഇപ്പം 2ൽ കൂടുതൽ ആളുകൾ വേണം, ആശയവിനിമയം നടത്തുന്നതായിരിക്കണം. പിന്നെ പരസ്പര പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, എന്തെങ്കിലുമൊക്കെ പരസ്പരമായിട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുമായിരിക്കണം. അതായത് മനുഷ്യർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല, ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ഗണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എന്താ പറയേണ്ടത്? 2ഓ അതിലധികമോ ആളുകൾ ഉണ്ടായിരിക്കണം. പിന്നെ അത് മാത്രം പോരാ, 2ഓ അതിലധികമോ ആളുകൾ പോരാ, അവരെല്ലാവരും പരസ്പരം ഇടപെടുന്നവരായിരിക്കണം. അതുപോലെ തന്നെയാണെങ്കിൽ ആശയവിനിമയം നടത്തുന്നവരുമായിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് സാമൂഹ്യ ഗണത്തിനകത്ത് പ്രധാനമായിട്ടും പറയപ്പെടുന്നത് കേട്ടോ. എന്താണ്? 2ഓ അതിലധികമോ ആളുകൾ ഉണ്ടായിരിക്കണം, പരസ്പരം ആശയവിനിമയം നടത്തണം, പിന്നെയാണെങ്കിൽ സംഘടനകൾ ഒരുമിച്ച് നിൽക്കുകയും വേണം, ആശയവിനിമയം നടത്തുകയും വേണം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് സംഘത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ, ഡിഫൈൻ സോഷ്യൽ ഗ്രൂപ്പ്സ്. സാമൂഹ്യ ഗണത്തെ നിർവചിക്കുക. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ടീച്ചർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. തന്നെയാണ് 2ഓ അതിലധികമോ വ്യക്തികൾ ഉണ്ടായിരിക്കണം, അവർ പരസ്പരം ഇൻട്രാക്ട് ചെയ്യണം അല്ലേ, പരസ്പരം ഇടപഴകുകയും കൂടി വേണം. ഇതിനെയാണ് നമ്മൾ സാമൂഹ്യ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 2ഓ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള വ്യവസ്ഥാപിത പരസ്പര പ്രവർത്തന ശൈലിയെയാണ് സാമൂഹ്യ ഗണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്? സാമൂഹ്യ ഗണത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ആദ്യം തന്നെ അതൊരു വ്യക്തികളുടെ കൂട്ടമാണ്. സാമൂഹ്യ ഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനകത്ത് വ്യക്തികളുടെ കൂട്ടമാണ്. എല്ലാ സാമൂഹ്യ സംഘടനകളിലും വ്യക്തികൾ ഉൾപ്പെടുന്നു. അതായത് എല്ലാ സാമൂഹ്യ
സംഘങ്ങളിലും വ്യക്തികൾ ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗങ്ങൾക്കിടയിലെ പരസ്പര പ്രവർത്തനം. ഒരു ഗണത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കും. അതാണ് അംഗങ്ങൾക്കിടയിലെ പരസ്പര പ്രവർത്തനം എന്ന് പറയുമ്പം ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ സിമ്പിളാണ്. ഗ്രൂപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് വ്യക്തികളുടെ കൂട്ടമാണ്. ഗ്രൂപ്പിനകത്ത് ഇഷ്ടം പോലെ ആളുകളുണ്ടായിരിക്കും. അവരെല്ലാവരും കൂടെ ഒത്തുചേർന്നാണ് കാര്യങ്ങൾ നടത്തുന്നത്. പിന്നെ അംഗങ്ങൾക്കിടയിൽ പരസ്പര പ്രവർത്തനങ്ങൾ നടക്കുന്നു. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പര അവബോധം. അംഗത്തിൽ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിലാണെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം പരസ്പരം അറിഞ്ഞിരിക്കും. അതുകൊണ്ട് പരസ്പരം അവർ തമ്മിലൊരു അവബോധം ഉണ്ടായിരിക്കും. അവരാരാണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം സംഘത്തിലുള്ളവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. പിന്നെ അടുത്തത് ഒന്നാണെന്ന ബോധം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സംഘത്തിൻ്റെ ഭാഗമാകുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗണത്തിലെ, ഗണം എന്നൊക്കെ പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു കൂട്ടത്തിലെ അംഗങ്ങളാണ് എങ്കിൽ ആ അംഗങ്ങളെല്ലാം നമ്മളെന്താണ്, അവരെല്ലാവരും നമ്മളെല്ലാവരും ഒന്നാണ് എന്നൊരു ചിന്താഗതി വെച്ച് പുലർത്തും അല്ലേ. അപ്പോൾ മറ്റുള്ളവരുടെ ഗ്രൂപ്പിലുള്ള ആളുകളോട് നമുക്ക് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളോടാണ് നമുക്ക് കൂടുതൽ ബന്ധമുള്ളത്. അപ്പം നമ്മളെല്ലാവരും ഒന്നാണെന്നൊരു ചിന്താഗതി ഉണ്ടാകും. പിന്നെ ഐക്യവും സഹാനുഭൂതിയും. അപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളോട് നമുക്ക് എന്തുണ്ട്, ഐക്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരെയൊക്കെ സഹായിക്കാനും ഒക്കെയുള്ളൊരു മനസ്ഥിതി നമുക്കുണ്ടാകും. പരസ്പരം അവരോട് സ്നേഹത്തോടെ പെരുമാറാനും സഹായിക്കാനും ഒക്കെയുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകുന്നു. അപ്പം ഐക്യവും സഹാനുഭൂതിയും. പിന്നെ പൊതു താല്പര്യങ്ങൾ. നമ്മുടെ സംഘം എടുക്കുന്ന ആ താല്പര്യങ്ങളൊക്കെ ആണെങ്കിൽ അംഗീകരിക്കാനും നമ്മൾ തയ്യാറായിരിക്കും. ഗണത്തിലെ താല്പര്യങ്ങളും ആദർശങ്ങളും പൊതുവായിട്ടുള്ളതാണ്. എല്ലാവർക്കും വേണ്ടി ഗണത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറാനായിട്ടെല്ലാം സാധിക്കുന്നു. പിന്നെ സാമൂഹ്യ നിയമങ്ങൾ. പിന്നെ ഈ ഓരോ ഗണത്തിനകത്ത് ഒക്കെയുള്ള നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ അനുസരിക്കാനായിട്ട് നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിലൊക്കെ അംഗമായി കഴിയുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇത്രയെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചാൽ മതി. നിങ്ങളാണെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെ സാമൂഹ്യ സംഘത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഓർത്ത് വെക്കാവുന്നതാണ്. ഒന്നാമത്തെ തന്നെ വ്യക്തികളുടെ കൂട്ടം, രണ്ടാമത്തത് പരസ്പര അവബോധം, അല്ലെങ്കിൽ അംഗങ്ങൾക്കിടയിലെ പരസ്പര പ്രവർത്തനം, പിന്നെയാണെങ്കിൽ ഒന്നാണെന്ന ബോധ്യം, ഐക്യവും സഹാനുഭൂതിയും, പൊതു താല്പര്യങ്ങൾ, സാമൂഹ്യ നിയമങ്ങൾ, ഇതെല്ലാം പ്രധാനമായിട്ടും സംഘത്തിൻ്റെ സവിശേഷതകളാണ്, സാമൂഹ്യ സംഘത്തിൻ്റെ സവിശേഷതകൾ. ഇനിയും കുറച്ചും കൂടി ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. പൊതു താല്പര്യങ്ങളുടെ സാഫല്യത്തിനായി ഒരു ഗണത്തിലെ അംഗങ്ങൾ ഒരേ തരത്തിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, പിന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സംഘത്തിലുള്ള ആളുകൾക്കെല്ലാം എന്തുണ്ടായിരിക്കും, ഒരു താല്പര്യം ഉണ്ടായിരിക്കും. അവിടെയുള്ള എല്ലാവരുടെയും ഇഷ്ടങ്ങളനുസരിച്ച് അതിൽ നിന്ന് പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നു. പിന്നെ അവിടെയുള്ള ആളുകളെല്ലാവരും കൂടി പരസ്പരം ആശയവിനിമയം നടത്തുന്നുണ്ട്. പിന്നെ അവർക്കെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാനുള്ള ഒരു അവബോധമുണ്ട്. പരസ്പര അവബോധവും പ്രവർത്തനങ്ങളും എല്ലാം സാമൂഹ്യ സംഘത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് 3 ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് കോണ്ടാക്റ്റ്. അതായത് സാമൂഹ്യ ഗണങ്ങളെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു, ഏതെല്ലാം. ഈ സാമൂഹ്യ ഗണങ്ങളെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതായത് പ്രാഥമിക ഗണങ്ങളെന്നും ദ്വിതീയ ഗണങ്ങളെന്നും തൃതീയ ഗണങ്ങളെന്നും ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. നമുക്ക് പ്രാഥമിക ഗണം എന്താണെന്ന് നോക്കാം. പ്രാഥമിക ഗണം എന്ന് പറഞ്ഞു കഴിയുമ്പം ഗാഢസൗഹൃദം, മുഖാമുഖ ബന്ധം, സഹകരണം എന്നിവയാണ് ഈ ഗണത്തിൻ്റെ സവിശേഷത. അപ്പം പ്രാഥമിക ഗണത്തിലുള്ളവർ തമ്മിലാണെങ്കിൽ എന്തായിരിക്കും, നല്ല ബന്ധം ഉണ്ടായിരിക്കും, ആഴത്തിലുള്ള ബന്ധം ഉണ്ടായിരിക്കും. അപ്പം പ്രാഥമിക ഗണത്തിൻ്റെ ഒരു സവിശേഷതയാണ് ആഴത്തിലുള്ള ബന്ധമുണ്ട്. എന്നും കണ്ടുമുട്ടുന്നവരായിരിക്കും, മുഖാമുഖ ബന്ധം, അവരെന്നും കാണുന്നവരായിരിക്കും. പിന്നെ അവരൊക്കെ തമ്മിൽ നല്ല സഹകരണം ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ എത്തിച്ചേർന്ന് നമുക്ക് പ്രാഥമിക ഗണത്തിനൊരു ഉദാഹരണമായിട്ട് കുടുംബത്തെ പറയാം. അപ്പോൾ കുടുംബമാണ് പ്രാഥമിക ഗണത്തിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്. എന്നും കണ്ടുമുട്ടുന്നവരാണ്, അവർക്ക് ആഴത്തിലുള്ള സ്നേഹമുണ്ട്, സഹകരണമുണ്ട്. ഇതെല്ലാം കുടുംബത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണല്ലോ. പിന്നെ ഇത്തരം ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ തമ്മിൽ വളരെ അടുത്ത അനൗപചാരികവും വ്യക്തിപരവുമായ പരസ്പര ബന്ധം നിലനിൽക്കുന്നു. അപ്പം പ്രാഥമിക ഗണത്തിലെ ആളുകളൊക്കെ തമ്മിലാണെങ്കിൽ വളരെ അടുത്ത ബന്ധവും വ്യക്തിപരമായ പരസ്പര സഹകരണവും നിലനിൽക്കുന്നു.
ഇപ്പോൾ 5 സവിശേഷതകളാണ് ശരിക്കും പറഞ്ഞാൽ പ്രാഥമിക ഗണത്തിനായിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? ആഴത്തിലുള്ള ബന്ധം അല്ലെങ്കിൽ അഗാഢമായ അടുപ്പം, പിന്നെ ബന്ധത്തിൻ്റെ സാധാരണ സ്വഭാവം, മൂന്നാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താരതമ്യേന സുസ്ഥിരമായിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളൊക്കെ തമ്മിലാണെങ്കിലുള്ള സ്നേഹബന്ധമൊക്കെ എന്നും നിലനിൽക്കുന്നതായിരിക്കും. പിന്നെയാണെങ്കിൽ ഇത് ഈ പ്രാഥമിക ഗണമെന്ന് പറയുന്നത് വളരെ ചെറിയൊരു കൂട്ടമായിരിക്കും. അപ്പോൾ അത് എണ്ണത്തിൽ വലിപ്പത്തിലുമൊക്കെ ഇത് കുറവായിരിക്കും. എണ്ണവും കുറവായിരിക്കും, വലിപ്പവും ആളുകളുടെ എണ്ണം കുറവായിരിക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ വലിപ്പവും കുറവായിരിക്കും. പിന്നെ അംഗങ്ങൾക്കിടയിലുള്ള അടുപ്പം, കുറച്ച് ആളുകളെ ഉള്ളതുകൊണ്ട് എല്ലാവരുമായിട്ട് സ്നേഹബന്ധം നിലനിർത്താനായിട്ട് സാധിക്കുന്നു. ഇതൊക്കെയാണ് പ്രാഥമിക ഗണം എന്ന് പറയുമ്പോൾ അതിൻ്റെ സവിശേഷതകൾ. ഇനി അടുത്ത ദ്വിതീയ ഗണം. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ, പ്രാഥമിക ഗണത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ദ്വിതീയ ഗണം എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെയാണ് അതിൻ്റെ എന്തായിരിക്കും? വ്യക്തിപരമല്ലാത്തതും ഔപചാരികവും പരോക്ഷവുമായ ബന്ധങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. പിന്നെ ഔപചാരികവും പരോക്ഷവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെയാണ് അവിടെ നിലനിൽക്കുക. ഇത്തരം ഗണങ്ങൾ, ദ്വിതീയ ഗണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ പ്രാഥമിക ഗണങ്ങളെ അപേക്ഷിച്ച് വളരെ വലുതായിരിക്കും. പിന്നെ ഔപചാരികമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അംഗത്വമൊന്നും നിർബന്ധമില്ല. സജീവ അംഗങ്ങളും നിർജീവ അംഗങ്ങളും ഇതിനകത്തുണ്ട്. ബന്ധങ്ങൾ യാന്ത്രികമായിരിക്കും. ഇവിടുത്തെ ആളുകൾ തമ്മിൽ, മറ്റേ പ്രാഥമിക ഗണത്തിനകത്ത് നമ്മൾ പറഞ്ഞു ഗാഢബന്ധമാണുള്ളത് എന്നല്ലേ, ഭയങ്കര ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് പറഞ്ഞു പ്രാഥമിക ഗണത്തിൽ. എന്നാൽ ദ്വിതീയ ഗണത്തിൽ അങ്ങനെ ആഴത്തിലുള്ളൊരു ബന്ധമൊന്നുമില്ല. വളരെ യാന്ത്രികമായിട്ടുള്ളൊരു ബന്ധം മാത്രമാണ് ഉള്ളത്. പിന്നെ അതിനകത്ത് അംഗങ്ങളൊക്കെ തമ്മിൽ പരസ്പരം അറിയണമെന്ന് പോലും ഇല്ല ദ്വിതീയ ഗണത്തിനകത്താണെങ്കിലും. പിന്നെ ഔപചാരിക നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വ്യക്തിയുടെ പങ്കനുസരിച്ചായിരിക്കും പദവി നിലനിൽക്കുക എന്ന് പറയുന്നത്. പിന്നെ ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ദ്വിതീയ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. ലക്ഷ്യാധിഷ്ഠിത ഗ്രൂപ്പാണ് ദ്വിതീയ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി തൃതീയ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേനും വളരെ അകലെ ഉള്ള ആളുകളുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതിനെയാണ് തൃതീയ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് ലേബർ യൂണിയനൊക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ക്വസ്റ്റ്യനായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ്: ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതൊന്നും കൂടെ ഒന്ന് പറയാം. പ്രാഥമിക ഗണം, ദ്വിതീയ ഗണം, ഇവ തമ്മിലുള്ള വ്യത്യാസം. അപ്പം പ്രാഥമിക ഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചെറുതാണ്. ദ്വിതീയ ഗണം എന്ന് പറയുമ്പോഴത്തേക്കിനോ അത് വലിപ്പം കൂടുതലാണ്. പിന്നെ പ്രാഥമിക ഗണം വളരെ കാലം നീണ്ടു നിൽക്കുന്നതാണ്. ദ്വിതീയ ഗണം വളരെ കുറഞ്ഞ കാലത്തേക്കിന് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. പിന്നെ എന്താണ്? പ്രാഥമിക ഗണത്തിനകത്ത് പൊതു താല്പര്യങ്ങളുണ്ടാവും. ദ്വിതീയ ഗണത്തിനകത്ത് ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ്. എന്തെങ്കിലും ഒരു ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ദ്വിതീയ ഗണങ്ങളൊക്കെ രൂപപ്പെടുന്നത്. പിന്നെ വളരെ അടുത്ത ബന്ധമാണ് പ്രാഥമിക ഗണത്തിന് നിലനിൽക്കുന്നതെങ്കിൽ ദ്വിതീയ ഗണത്തിന് വ്യക്തിപരമല്ലാത്ത ബന്ധമാണുള്ളത്. പിന്നെ ഗ്രാമസമൂഹങ്ങളിൽ കാണപ്പെടുന്നു. പ്രാഥമിക ഗ്രൂപ്പുകൾ കൂടുതലും കാണപ്പെടുന്ന എവിടെയാണ്? ഗ്രാമസമൂഹങ്ങളിലാണ്. എന്നാൽ ദ്വിതീയ ഗണമാണെങ്കിൽ നഗര സമൂഹത്തിലാണ് കാണപ്പെടുന്നത്. പ്രാഥമിക ഗണം എന്ന് പറയുമ്പോഴത്തേന് മുഖാമുഖമായിട്ടുള്ള ബന്ധമുണ്ടായിരിക്കും. ദ്വിതീയ ഗണത്തിനകത്ത് വളരെ അകന്ന ബന്ധങ്ങളാണ് നിലനിൽക്കുന്നത്. ഇതൊക്കെയാണ് പ്രാഥമിക ഗണവും ദ്വിതീയ ഗണവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി നമ്മൾ നോക്കുന്ന അടുത്ത വ്യത്യാസമാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് സൊസൈറ്റി. ഗ്രൂപ്പും ഗണവും സമൂഹവും തമ്മിലുള്ള വ്യത്യാസം. ഗണവും സമൂഹവും. സമൂഹം എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ പഠിച്ചതാണ്, സമൂഹത്തിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബന്ധങ്ങളുടെ ഒരു കൂട്ടമാണ് ശരിക്കും പറഞ്ഞാൽ സമൂഹം എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു വലക്കെട്ടാണ് സമൂഹം. സാമൂഹ്യ ബന്ധങ്ങളുടെ വലക്കെട്ടാണ് സമൂഹം എന്ന് പറയുന്നത്. എന്നാൽ ഗണം അഥവാ കൂട്ടം എന്ന് പറഞ്ഞാലോ അത് വ്യക്തികളുടെ കൂട്ടമാണ്. ഗണം എന്ന് പറയുന്നത് വ്യക്തികളുടെ കൂട്ടമാണ്. ഇനി സമൂഹം എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു സമൂഹത്തിൽ പൊതു താല്പര്യങ്ങളും പൊതു ലക്ഷ്യങ്ങളും ആവശ്യമില്ല. ഒരു സമൂഹത്തിൽ പൊതു താല്പര്യങ്ങളും പൊതു ലക്ഷ്യങ്ങളും ആവശ്യമില്ല. എന്നാൽ ഒരു ഗണത്തിലാണെങ്കിലോ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനമാണ് ആവശ്യം. അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനം ഗ്രൂപ്പിൽ ആവശ്യമാണ്. സമൂഹത്തിന് ഐക്യബോധമോ സാമുദായിക വികാരമോ ആവശ്യമില്ല. സമൂഹത്തിന് ഐക്യബോധമോ സാമുദായിക
വികാരമോ ആവശ്യമില്ല. എന്നാൽ സംഘത്തിനായാലും ഒരു ഗ്രൂപ്പിനാണേലോ നമ്മളൊന്ന് എന്ന ചിന്താഗതിയോടുകൂടി ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. അപ്പം ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊന്ന് എന്നൊരു ചിന്താഗതിയോടു കൂടിയാണ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. എന്നാൽ സമൂഹത്തിന് അങ്ങനെ ഐക്യബോധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ സമൂഹം എന്ന് പറയുന്നത് സുസ്ഥിരമാണ്. സമൂഹം എന്നും നിലനിൽക്കുന്നതാണ്, സ്ഥിരമാണ് സമൂഹമാണേലും. എന്നാൽ കൂട്ടം അല്ല ഗ്രൂപ്പ് എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഗ്രൂപ്പ് വളരെ പെട്ടെന്ന് വേണമെങ്കിൽ പിരിച്ചുവിടാവുന്നതാണ്, താൽക്കാലികമാണ്. പിന്നെ സമൂഹം ഗണങ്ങളുടെ ഒരു കൂട്ടമാണ്. സമൂഹം എന്ന് പറയുന്നത് തന്നെ ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടമാണ്. സമൂഹത്തിനുള്ളിൽ തന്നെ ധാരാളം ഗ്രൂപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണം എന്ന് പറയുമ്പോൾ അല്ല ഗ്രൂപ്പ് ഓർ ഗണം എന്ന് പറയുമ്പോഴത്തേന് രൂപവൽക്കരിക്കുന്നതാണ്. ഗണത്തിനകത്ത് പല കാര്യങ്ങളും നമ്മൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ സമൂഹത്തിൽ അങ്ങനെയല്ല. സമൂഹം എന്ന് പറയുമ്പോഴത്തേന് സമൂഹം ഗണങ്ങളുടെ ഒരു കൂട്ടമാണ്. നമ്മളുണ്ടാക്കുന്ന ഗ്രൂപ്പുകളുടെ എല്ലാം കൂട്ടം എവിടെ കാണാൻ പറ്റും? സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് സമൂഹവും ഗണവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സ്ഥാപനങ്ങൾ. അപ്പോൾ സ്ഥാപനവും ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഗണവും സ്ഥാപനവും തമ്മിലുള്ള വ്യത്യാസം. ഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ ആളുകളുടെ കൂട്ടമാണ് ഗണം എന്ന് പറയുന്നത്. സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണ്. സ്ഥാപനം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് സ്ഥാപനങ്ങൾ നിയമത്തിൻ്റെ സൃഷ്ടിയാണ്, അല്ലേ? സ്ഥാപനങ്ങൾ എന്താണ്? നിയമത്തിൻ്റെ സൃഷ്ടിയാണ്. പിന്നെ അടുത്ത എന്താണ്? ഗണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗണങ്ങൾ, ഈ ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് താൽക്കാലികമാണ്, അത് കുറച്ച് കാലത്തന്നെ കാണത്തുള്ളൂ. എന്നാൽ സ്ഥാപനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. അപ്പോൾ സ്ഥാപനങ്ങൾ സുസ്ഥിരമാണ്. ഈ രണ്ട് പ്രത്യേകതയാണ് നമുക്ക് ഗ്രൂപ്പും ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിൽ മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. ഇനി അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി എന്താണെന്നും എല്ലാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഗ്രൂപ്പ്, അതായത് ഗണവും സമുദായവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? ഗണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു എന്നാണ്? വ്യക്തികളുടെ കൂട്ടമാണ് ഗണം എന്ന് പറയുന്നത്. അപ്പോൾ സമുദായം എന്ന് പറഞ്ഞാലോ വ്യക്തികളുടെ സംഘടനയാണ് സമുദായം. ഗണമെന്ന് പറയുമ്പോഴും വ്യക്തികളുടെ കൂട്ടമാണ്, വ്യക്തികൾ ചേർന്നതാണ്. സമുദായം എന്ന് പറയുന്നതും അതുപോലെ തന്നെ വ്യക്തികളുടെ സംഘമാണ് സമുദായം. ഇനി പൊതു താൽപ്പര്യങ്ങളുടെ സാഫല്യത്തിനായി ഒരു ഗണത്തിലെ അംഗങ്ങൾ ഒരേ തലത്തിൽ പെരുമാറുകയും ചെയ്യുന്നു. ഗണത്തിലെ അംഗങ്ങളെല്ലാം കൂടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പൊതു താല്പര്യങ്ങളുണ്ടായിരിക്കും. ആ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നു. സമുദായം എന്ന് പറയുമ്പം ഒരു സമുദായത്തിലെ പൊതുവായ ലക്ഷ്യങ്ങൾ അത്ര വ്യാപകമോ ഏകീകൃതമോ അല്ല. അപ്പോൾ ഒരു സമുദായത്തിലെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളെ അത്ര വ്യാപകമോ ഏകീകൃതമോ ഒന്നും ആയിരിക്കുകയില്ല. അടുത്തത് ഗണങ്ങൾ താൽക്കാലികമാണ്. ഈ ഗ്രൂപ്പുകളൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകാം, അത് കുറച്ച് കാലത്തിനൊക്കെ കാണത്തുള്ളൂ. പക്ഷേ സമുദായം എന്ന് പറഞ്ഞാൽ താരതമ്യേന സുസ്ഥിരമാണ്. സമുദായം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഗണങ്ങൾ സമുദായത്തിൻ്റെ ഒരു ഭാഗമാണ്. ഗണങ്ങൾ ഈ ഗ്രൂപ്പുകളൊക്കെ ആണെങ്കിൽ എന്തിൻ്റെ ഭാഗമാണ്? സമുദായത്തിൻ്റെ ഭാഗമാണ്. സമുദായത്തിൽ ഒന്നിലധികം ഗണങ്ങൾ ഉണ്ടാകും. അപ്പോൾ സമുദായത്തിൽ ഒന്നിലധികം ഗണങ്ങൾ ഉണ്ടാവാം. ഇതാണ് എന്താണ് ഗ്രൂപ്പും സമുദായവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡിസ്ക്രൈബ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് ഇൻ യുവർ ഓൺ വേർഡ്സ്. എന്താണ് ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും? ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഗണവും ഔട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അന്യഗണവുമാണ്. ഇൻ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇന്നെന്ന് പറയുമ്പോൾ ഉള്ളിൽ, ഈ സ്വഗണത്തിനുള്ളിൽ ആരുണ്ട്? നമ്മളുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്വഗണ ഗ്രൂപ്പുകളെന്ന് പറയുന്നത്. നമ്മൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ, ഇൻ ഗ്രൂപ്പ്, അതാണ് സ്വഗണ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിനകത്ത് നമ്മളുണ്ടാകും. ഇനി ഔട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനകത്ത് നമ്മളുണ്ടാകില്ല, വേറെ ആൾക്കാരാണുള്ളത്. ഇതാണ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും. ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, അല്ലേ? ഈ ഗ്രൂപ്പിനകത്ത് ആരുണ്ട്? നമ്മളുണ്ട്. ഔട്ട് ഗ്രൂപ്പ്, ഔട്ട് എന്ന് വെച്ചാൽ പുറത്ത്, വേറെ ഗ്രൂപ്പാണ്, വേറുള്ളവരുടെ ഗ്രൂപ്പ്, അതിനകത്ത് നമ്മളില്ല. അതാണ് ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും. അപ്പോൾ ഇൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പിനെ ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നു. ആ ഗ്രൂപ്പിനോട് വ്യക്തിക്ക് വളരെ അടുത്ത ബന്ധവും ഉണ്ടായിരിക്കും.
എന്നാൽ മറ്റേ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേന് അത് ഔപചാരികമായ ഈ സംഘടിതരോ അല്ലാത്തവരോ ആയ ആളുകൾ ഉൾപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഔട്ട് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മളില്ലാത്ത ഗ്രൂപ്പ് എന്ന് തന്നെ പറയാം ഔട്ട് ഗ്രൂപ്പ്. അതിനകത്ത് മറ്റുള്ളവരുടെ ഗ്രൂപ്പാണത്. അത് സംഘടിതമായിട്ടുള്ള വേറുള്ള ആളുകളുടെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് നമ്മളുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇൻ ഗ്രൂപ്പ്. ഇൻ ഗ്രൂപ്പിന് ഉദാഹരണം പറയുകയാണെങ്കിൽ കുടുംബം, ക്ലാസ് റൂമിനകത്തൊക്കെ അതൊക്കെയാണ്. ഇനി മറ്റുള്ളവരുടെ ക്ലാസ് ഉണ്ട്, അതാണ് ഔട്ട് ഗ്രൂപ്പിന് ഉദാഹരണം എന്ന് പറയുന്നത്. ഇപ്പോൾ +1 ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്, അതിനകത്ത് ഞാനുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിന് അതേതായിരിക്കും? ഇൻ ഗ്രൂപ്പായിരിക്കും. ഇനി +2 കൊമേഴ്സ്, നമ്മളില്ലാത്ത ഗ്രൂപ്പ്, വേറുള്ളവരുടെ ഗ്രൂപ്പാണ്, അത് കൊമേഴ്സുകാരുടെ ഗ്രൂപ്പാണ്. അതിനകത്ത് നമ്മളില്ല. ഹ്യൂമാനിറ്റീസിൻ്റെ ഗ്രൂപ്പാണ്, അത് നമ്മളുള്ള ഗ്രൂപ്പാണ്. അങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മളുള്ള ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. നമ്മളില്ലാത്ത ഗ്രൂപ്പുകളെ നമ്മൾ ഔട്ട് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട്. പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണെങ്കിൽ ഗ്രൂപ്പ് എന്താണ്, ഗ്രൂപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പിന്നെ ഗ്രൂപ്പും സമുദായവും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ പ്രാഥമിക ഗ്രൂപ്പ് എന്താണ്, ദ്വിതീയ ഗ്രൂപ്പ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഗ്രൂപ്പിൻ്റെ സവിശേഷതകൾ പഠിച്ചു വെക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുക, നോട്ട് എഴുതി അയയ്ക്കുക കേട്ടോ.